Dear students, നമ്മുടെ പ്രോബബിലിറ്റി മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠത്തില് നമ്മൾ 6 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 20 പ്രോബ്ലമാണ് നമുക്ക് ആ പാഠത്തില് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഭാഗം 3 ഭാഗങ്ങളായിട്ടാണ് ആ പാഠമുള്ളത്. ഒന്നാമത്തെ ഭാഗമാണ് 6 ചോദ്യങ്ങൾ ഉള്ള നമ്മൾ ചെയ്ത ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ്. അതിൽ പഠിക്കാൻ 6 ചോദ്യങ്ങളാണ് നമുക്ക് സോൾവ് ചെയ്ത് പഠിക്കാനുള്ളത്. നോക്കുക, നിങ്ങൾ ചോദ്യം ഓരോന്നും എഴുതി ചെയ്യേണ്ടതാണ്. ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് മനസ്സിലാക്കുകയും തുടർന്ന് നിങ്ങളത് ചെയ്ത് എടുക്കുകയും വേണം. നോക്കുക, 7ാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് In each picture below, the explanation of the shaded part is given. Calculate in each the probability of a dot put without looking within shaded part. തന്നിരിക്കുന്ന ചിത്രത്തില് ഷെയ്ഡ് ചെയ്ത ഒരു ഭാഗവും ഷെയ്ഡ് ചെയ്യാത്ത ഒരു ഭാഗവുമുണ്ട്. വലിയ ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്ത് ഇടുമ്പോൾ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ആകാനുള്ള സാധ്യത എത്രയാണ് എന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 6 ചോദ്യങ്ങളാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കി ചോദ്യങ്ങൾ എഴുതി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ചോദ്യം നമ്പർ 7, അതേ സബ് ക്വസ്റ്റ്യൻ എ ആണ് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഒരു വലിയ സ്ക്വയർ തന്നിട്ടുണ്ട്. ഈ സ്ക്വയറിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ സ്ക്വയർ അകത്ത് വരച്ചിട്ടുണ്ട്. ഇതാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഫിഗർ. നമുക്ക് ആൻസർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യത്തെ സ്ക്വയറിന് എ ബി സി ഡി എന്നും ചെറിയ സ്ക്വയറിന് ഇ എഫ് ജി എച്ച് എന്നും പേര് കൊടുക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞത് ഈ വലിയ സ്ക്വയറിനകത്ത് നോക്കാതെ ഒരു കുത്തിടുന്നു. അത് ചെറിയ സ്ക്വയറിനകത്താവുകയോ ചെറിയ സ്ക്വയറിന് പുറത്താവുകയോ ചെയ്യാം. വലിയ സ്ക്വയറിനകത്ത് നോക്കാതെ ഒരു കുത്തിടുമ്പോൾ അത് ചെറിയ സ്ക്വയറിനകത്ത് വീഴാനുള്ള സാധ്യത പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ വലിയ സ്ക്വയറിന്റെ ഏരിയ കാണണം, ചെറിയ സ്ക്വയറിന്റെ ഏരിയ കാണണം. തുടർന്ന് നമുക്ക് പ്രോബബിലിറ്റി കാണാം. വലിയ സ്ക്വയറിന്റെ വൺ സൈഡ് 2x ആണ് എന്ന് സപ്പോസ് ചെയ്താൽ 2a ആണ് എന്ന് നമുക്ക് സപ്പോസ് ചെയ്യാം. let one side of the large square be 2a. വലിയ സ്ക്വയറിന്റെ വൺ സൈഡ് 2a ആണ് എന്ന് സപ്പോസ് ചെയ്താൽ ഇവിടെ എ ആയിരിക്കും, എച്ച് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ എച്ച് എന്ന് പറയുന്നത് ഇത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ ഇ എച്ച്, ദാറ്റ് മീൻസ് വൺ സൈഡ് ഓഫ് ദ സ്മോൾ സ്ക്വയർ is equal to root of a square plus a square is equal to root of 2a square, that is equal to root 2a. One side of the small square be root 2a. Small square in the area കണ്ടുപിടിക്കാം. Area of small square root 2a
2a into root 2a. That is equal to root 2 into root 2. A into a square. Here, area of the small square be 2a square. വലിയ സ്ക്വയറിന്റെ ഏരിയ നോക്കാം. One side 2a ആണ്. One side 2a ആണ്. Therefore 2a into 2a 4a square. ഇപ്പോൾ വലിയ സ്ക്വയറിനകത്ത് നമ്മൾ ഒരു ഡോട്ട് ഇട്ടാൽ, നോക്കാതെ ഒരു ഡോട്ട് ഇട്ടാൽ അത് ചെറിയ സ്ക്വയറിൽ വരാനുള്ള പ്രോബബിലിറ്റി, അതായത് പോസിബിലിറ്റി നോക്കാം. അപ്പം നമുക്ക് ചെറിയ സ്ക്വയറിനകത്ത് വീഴാനുള്ള probability of the dot is in small square. Small square in the area 2a square divided by large square in the area 4a square. A square and a square in the town 2 by 4. That is equal to 1 by 2. Possibility of the dot is in small square be 1 by 2. Okay? നിങ്ങൾ ആദ്യം ചോദ്യം എഴുതുക, തുടർന്ന് വ്യക്തമായി ഉത്തരം ചെയ്യണം. ചോദ്യം എഴുതി ഉത്തരം കാണാതെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കണം. സംശയമുണ്ടെങ്കിൽ മാത്രം വെരിഫൈ ചെയ്യുക. ആദ്യം നമ്മൾ ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, വലിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. ചെറിയ സ്ക്വയറിന്റെ ഏരിയ വലിയ സ്ക്വയറിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആകെ ബോളുകളുടെ എണ്ണം, ചുവന്ന ബോളുകളുടെ സാധ്യത കണ്ടെത്താൻ നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. ചുവന്ന ബോളുകളുടെ സാധ്യത കണ്ടെത്താൻ ചുവന്ന ബോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ബോളുകളുടെ എണ്ണം. ചെറിയ സ്ക്വയറിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ വലിയ സ്ക്വയറിന്റെ ഏരിയ. ഓക്കെ, നമുക്ക് 7th ക്വസ്റ്റ്യനിലെ ബി സെക്ഷനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യനിലെ ബി സെക്ഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം, ഒരു സർക്കിൾ, ആ സർക്കിളിനകത്ത് ഒരു സ്ക്വയർ. ഈ സർക്കിളിൽ നമ്മൾ നോക്കാതെ ഒരു കുത്തിട്ടാൽ, കുത്ത് സർക്കിളിനകത്താണെങ്കിൽ സ്ക്വയറിൽ വരാനുള്ള സാധ്യത എത്രയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത് ഓർക്കണം. ആദ്യം സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇവിടെ ചോദ്യത്തിൽ നമുക്ക് പേര് തന്നിട്ടില്ല. ഉത്തരത്തിന് വേണ്ടി നമുക്ക് പേര് കൊടുക്കാം. എ, ബി, സി, ഡി. ബിയെയും ബിയെയും ഇങ്ങനെ ജോയിൻ ചെയ്താൽ അത് സെന്ററിലൂടെ കടന്നു പോകും. ഇവിടെ ഈ സർക്കിളിന്റെ ഡയമീറ്റർ, ഇവിടെ വരച്ച സർക്കിളിന്റെ ഡയമീറ്റർ ഡി ആണ് എന്ന് സപ്പോസ് ചെയ്താൽ, ഡയമീറ്റർ ഡി ആണ് എന്ന് സപ്പോസ് ചെയ്താൽ ആദ്യം നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഡയഗണൽ തന്നാൽ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഹാഫ് ഡി സ്ക്വയർ ആണ്. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് ABCD എന്ന സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ സ്ക്വയർ half d square. If d is the diagonal, area will be half d square. ഇനി നമുക്ക് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇവിടുന്ന് ഇവിടം വരെ d ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ d/2 ആയിരിക്കും. അപ്പൊ സർക്കിളിന്റെ ഏരിയ
pi into half d square. That is equal to pi into d square by 4. That is equal to pi d square by 4. ഇനി നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. Probability of the dot is in the small square. Probability small square is equal to d square by 2, that is half d square by 2 divided by pi d square by 4 divided by pi d square by 4. That is equal to d square by 2 into 4 by pi d square. D square cancel agum. Therefore 4 by 2 pi. 4 by 2 pi. 4 is 2 times. Therefore 2 by pi. Piയുടെ വാല്യൂ 3. കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതില്ല. 3.14 എന്ന പൈയുടെ വാല്യൂ ആവശ്യമില്ല. ഇവിടെ പ്രോബബിലിറ്റി 2 by pi എന്ന് അവസാനിപ്പിക്കാവുന്നതാണ്. ഫുൾ മാർക്കിനുള്ള ആൻസർ ആണ്. ഓക്കെ, നമുക്ക് പോകാം. നമുക്ക് 7th ക്വസ്റ്റ്യനിലെ സി പാർട്ടിലേക്ക് പോകാം. ഇവിടെ വലിയ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ മിഡ് പോയിന്റിലൂടെ ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിൾ ഇവിടെ ഷെയ്ഡഡ് പാർട്ടാണ്. വലിയ സ്ക്വയറിനകത്ത് നമ്മൾ നോക്കാതെ ഒരു ഡോട്ട് ഇട്ടാൽ അത് സർക്കിളിൽ ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്, പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുക, വലിയത് സ്ക്വയർ ആണ്, ചെറിയത് സർക്കിൾ ആണ്. സർക്കിളിൽ വീഴാനുള്ള പ്രോബബിലിറ്റി കാണാൻ സർക്കിളിന്റെ ഏരിയ കാണണം, സ്ക്വയറിന്റെ ഏരിയ കാണണം. ഇവിടെ സ്ക്വയറിന്റെ വൺ സൈഡ് നമ്മൾ നേരത്തെ സപ്പോസ് ചെയ്തതുപോലെ 2a ആണ് എന്ന് സപ്പോസ് ചെയ്യും. Let one side of the square be 2x. സ്ക്വയറിന്റെ വൺ സൈഡ് 2a ആണ് എന്ന് സപ്പോസ് ചെയ്താൽ, ഇവിടുന്ന് ഇവിടം വരെയുള്ളത് 2a ആണ് എന്ന് സപ്പോസ് ചെയ്താൽ ഇവിടുന്ന് ഇവിടം വരെ 2a ആയിരിക്കും. ഇനി നമുക്ക് സർക്കിളിന്റെ ഏരിയ കണ്ടെത്താം. ഏരിയ ഓഫ് ദ സർക്കിൾ pi into a square, that is equal to pi a square. ഇത് നമുക്ക് സ്ക്വയറിന്റെ, വലിയ സ്ക്വയറിന്റെ ABCD എന്ന വലിയ സ്ക്വയറിന്റെ ഏരിയ കാണാം. (2a into 2a is equal to 4a square). Therefore, we can find out the probability of the dot being in the circle. Probability of the dot in the circle is pi a square divided by
4a square. A square cancel. Therefore, pi by 4 is the probability. രണ്ട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ന് സോൾവ് ചെയ്ത 3 ചോദ്യങ്ങളും വളരെ വൃത്തിയായി നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ്. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി നമ്മൾ 5 ചോദ്യങ്ങളാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 3 എണ്ണമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ തൊട്ടടുത്ത 2 എണ്ണം വർക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.